എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രതീക്ഷയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. പക്ഷേ പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉറക്കം തൂങ്ങുന്ന സബ്ജക്റ്റും ഹിസ്റ്ററി തന്നെയാണ്. ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് എക്കണോമിക്സ് അത്രയും ഇഷ്ടത്തോടു കൂടി പഠിച്ച് അതിന് ശേഷം ഞാൻ അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് മാത്സ് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ PGക്ക് ഹിസ്റ്ററി ഏറ്റവും ഇഷ്ടത്തോടു കൂടി എടുത്ത ഒരാളാണ്. അപ്പം ഞാൻ PG ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പറഞ്ഞത് എങ്ങനെയാണ് അത് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുന്നത്, അത്രയും ഉറക്കം തൂങ്ങുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു സബ്ജക്റ്റിനെ പഠിക്കുമ്പോൾ അത് നമുക്ക് എടുത്തു തരുന്ന ടീച്ചറും അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് ആ ടീച്ചർ എങ്ങനെയാണ് എടുത്തു തരുന്നത് എന്നുള്ള രീതിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഒരു അധ്യാപികേൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അതിൽ ആ സബ്ജക്റ്റിനോട് ആ കുട്ടിക്ക് ഇഷ്ടം ഉടലെടുക്കാനുള്ള കാരണം കൂടി ആണ്. ആ കുട്ടിക്ക് സബ്ജക്റ്റ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ടീച്ചർ നല്ലപോലെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി AI ആയിട്ടുള്ള AI വെച്ചിട്ട് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനുള്ള ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ കുട്ടികൾക്ക് പഠിക്കുക എന്നുള്ളതൊരു ഹരമായിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറ്റാനായിട്ട് കഴിയും എന്നുള്ളത് ഇവരിവിടെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനൊക്കെ ചെറുപ്പത്തിൽ മാത്സ് ആണെങ്കിലും ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കണത് ഒക്കെ ഞാനിപ്പോൾ നേരത്തെ അവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും കഷ്ടപ്പെട്ട് പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിൽ നമുക്ക് ഒരു ഇഷ്ടം ഡെവലപ്പ് ചെയ്ത് പഠിക്കുമ്പോൾ അത് നമ്മളുടെ മെമ്മറിയിൽ എന്നും നിലനിൽക്കും എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് പുതിയ രീതിയിലുള്ളൊരു എക്സ്പോഷർ കൂടി കിട്ടും പഠിക്കാനുള്ളതിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും, പേരൻസിനും കുട്ടികൾക്കും എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നിവിടെ ഒരുപാട് പേര് എത്തിച്ചേർന്നതിലും അതീവ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഈ ഒരു സംരംഭത്തെ ഇത്രയും ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് കാണിച്ച ആ ഒരു കോൺഫിഡൻസിന് തീർച്ചയായിട്ടും അവർ വളരെ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഒരു ഇൻഫ്ലുവൻസർ ഫ്രണ്ട് ഉണ്ട്, ഇസാൻ. ഓൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പ്ലാനിങ് എന്നും നടക്കും, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തൊരു പ്രോസസ്സായിട്ട് മുന്നോട്ട് വരുന്നത് പലപ്പോഴും കുറവാണ്. പക്ഷേ പ്ലാനിങ്ങിൽ മാത്രം ഒതുങ്ങി പോവാതെ ഇതൊരു സംരംഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മേ ബി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ഒരുപാട് പേർക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമ്മളത് ചെയ്ത് കാണിക്കുമ്പോഴാണ് ഒരുപാട് പേർക്ക് നമ്മൾ ഇൻസ്പിറേഷനായിട്ട് മാറുന്നത്. നമുക്ക് മടി ഉണ്ടാവാം, എല്ലാ കാര്യങ്ങളും ഉണ്ടാവാം. ഇതിപ്പോൾ ഞാൻ എന്നോടും കൂടി തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മളത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ആയിരിക്കും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് അനുഭവിക്കുന്ന ആ ഒരു ധൈര്യം എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? നമുക്ക് ഫൗണ്ടേഴ്സിനോട് തന്നെ ചോദിക്കാം അല്ലേ? ഒരു കോൺഫിഡൻസ് അല്ലേ? അതെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റും ലക്ഷ്യവും ഇതേപോലെ തന്നെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇനിയും വിദ്യാഭ്യാസം എന്നുള്ളതൊരു ബോറടിക്കുന്ന സംഭവമല്ല, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതൊരു ബോറടിക്കുന്നൊരു കാര്യമല്ല എന്നുള്ളത് ഇനിയും ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. കാരണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഒരുപാട് രീതിയിൽ തെറ്റിലേക്കും
തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക, അതേപോലെ തന്നെ നമ്മുടെ ഹോബി ഫോളോ ചെയ്യുക, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതായിരിക്കട്ടെ ഇന്നത്തെ ജനറേഷനിൽ ഓരോ ആളുകളുടെയും ലഹരി എന്ന് ഞാൻ ഒന്നും കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ അത് നമുക്ക് തന്നെയാണ് ഒരു മോട്ടിവേഷൻ. ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാരണങ്ങൾ, 100,000 കാരണങ്ങൾ എനിക്ക് ക്വിറ്റ് ചെയ്യാനുണ്ടായിട്ട് പോലും എനിക്ക് സന്തോഷിക്കാനുള്ള കോടാനുകോടി കാരണങ്ങളെ ആലോചിച്ചുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്. ഒരുപക്ഷെ ഫിസിക്കലി സയൻസ് പറയുന്നത് ഞാൻ 190% ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് എന്നാണ്. പക്ഷേ ഈ ഒരു ബാക്കിയുള്ള 10% വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അച്ചീവും ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെയും ആയിക്കോട്ടെ, ഫിസിക്കലി എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഏതൊരു ബുദ്ധിമുട്ടും നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും തളർന്നു പോകുക എന്നുള്ളതൊരു സത്യമാണ്, അല്ലേ? ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിൽ ആദ്യം വിശ്വാസം ഉണ്ടാവുക, നമ്മുടെ സ്വപ്നങ്ങളിൽ വിശ്വാസം ഉണ്ടാവുക, നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക, അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാലം കഴിയുമ്പോഴെങ്കിലും ഓർത്ത് വെക്കാനായിട്ട് എന്തെങ്കിലും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം അതായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന സംഭവം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചപ്പോൾ ഒരുപാട് നെഗ്ലക്റ്റും ഒരുപാട് ഒഴിവാക്കലുകളും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉപ്പ വർക്ക് ചെയ്തതും എൻ്റെ താത്ത പഠിച്ചതുമായിട്ടുള്ളൊരു സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറിന് കയ്യും കാലും ഇല്ലാത്തതുകൊണ്ട് അവിടെ അഡ്മിഷൻ തരാൻ പറ്റില്ല, മറ്റുള്ള കുട്ടികൾക്കത് ബുദ്ധിമുട്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തിച്ചേരും ഇഫ് വി ഹാവ് കോൺഫിഡൻസ് എന്നുള്ളത് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ അന്ന് സ്കൂളിൽ ചേരുന്ന സമയത്ത് എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞ അതേ സ്ഥാപനത്തിൻ്റെ ഞാൻ 12th കഴിഞ്ഞ സമയത്ത് അതേ സ്ഥാപനത്തിൻ്റെ ആനുവൽ ഡേക്ക് ചീഫ് ഗസ്റ്റായിട്ട് അവർ എന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളും അതേപോലെ ഞാനായി അംഗീകരിക്കുന്ന സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തു. നമ്മൾ സാധാരണ എഴുതുന്നത് വിരലുകളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടല്ലേ, പക്ഷെ വിരലുകളൊന്നുമില്ലാതെ തന്നെ നല്ല കയ്യക്ഷരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തെളിയിച്ച് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ പെയിൻറ്റിങ് കോമ്പറ്റീഷനും ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനും ഈ കയ്യില്ലാത്ത കയ്യും കൊണ്ട് എഴുതിയിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചതും സ്വപ്നം കണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അൽഹംദുലില്ലാ എനിക്ക് എന്നിൽ അത്രയും അധികം വിശ്വാസമുള്ളതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൂറിന് വണ്ടി ഓടിക്കാനൊന്നും പറ്റൂല, അതൊന്നും നിന്നെക്കൊണ്ട് പറ്റണ പണിയല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, എനിക്ക് ലൈസൻസ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം എൻ്റെ ലൈഫ് കൊണ്ട് ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് എനിക്ക് എൻ്റെ മുമ്പിലിരിക്കണവരോട് പറയാനുള്ളത്, നിങ്ങളിൽ വിശ്വസിക്കുക. എന്തും ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പലതും പറയും, നമ്മളെ തളർത്താനായിട്ട് കുറേ വാക്കുകൾ പറയും. പക്ഷേ അവരൊക്കെ ജീവിക്കുന്നത് അവരുടെ ജീവിതമാണ്. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുമ്പോൾ അത് നമ്മുടെ രീതിയിൽ നമ്മുടെ സന്തോഷത്തിൽ തെറ്റും ശരിയും നല്ലപോലെ മനസ്സിലാക്കി വേറെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നല്ല ഡിറ്റർമിനേഷനോട് കൂടി നീങ്ങി നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുക. സെറ്റ് യുവർ സെൽഫ് ആസ് എൻ എക്സാമ്പിൾ ഫോർ എവറിബഡി ആൻഡ് ഫോർ യുവർ സെൽഫ് ആൻഡ് നെവർ ക്വിറ്റ്. നമ്മൾ എത്ര സക്സസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതിലും മേലെ സക്സസ്സിലെത്താനുള്ള സ്വപ്നങ്ങൾ കാണുക. എന്നാലാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ പണിയെടുക്കാനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇനിയും ഇതേപോലെ ഒരുപാട് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീനെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ വളരുമെന്നുള്ള ഉറപ്പുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാക്കി മാറ്റാൻ ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെപ്പോലുള്ള ഒരുപാട് പേര് ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, നമ്മളൊന്നും പഠിച്ച കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും ഇതൊരു ഉപകാരം ആവട്ടെ. അതാണല്ലോ കാരണം ഇനിയുള്ള ജനറേഷനിൽ നമ്മൾ പഠിച്ച മാതിരി ഒന്നും ആയിരിക്കുമല്ലോ, ഫുള്ള്
വേറെ AI ഒക്കെ വെച്ച് പഠിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇൻഷാ അല്ലാ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പറയല്ല. കാരണം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്നും വളർച്ചയിലേക്ക് എത്തുമ്പോഴാണ് അത് മീനിങ് ഫുൾ ആവുക. അപ്പം ഇൻഷാ അല്ലാ ഇവിടെ വരാൻ പറ്റിയതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ എനിക്കിന്നൊന്ന് സംസാരിക്കാൻ പറ്റിയതുപോലും എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളാണ്. എൻ്റെ പേരൻസാണ്, എൻ്റെ പഠിച്ചവനാണ്, എല്ലാ അനുഭവങ്ങളുമാണ്. അപ്പോൾ ഒരുപാട് തളർച്ചകളും അല്ലെങ്കിൽ കയറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലെത്തുള്ളൂ. അപ്പം ഇൻഷാ അല്ലാ ജീവിതത്തിലെ പ്രയാസങ്ങളിലൊന്നും തളർന്നു പോവാതെ മുന്നോട്ട് തന്നെ പോകാൻ കഴിയട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ടീം QLive. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. Thank you Noor for your wonderful words of മോട്ടിവേഷൻ. അപ്പോൾ നൂർ ജലീല ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവെച്ചു. ഇന്ന് QLive സ്പേസിൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള സംരംഭത്തിൻ്റെ ലോഞ്ചിങ്ങിൽ ഒരു വലിയൊരു പാർട്ടായി. സോ നൂർ ജലീലയ്ക്ക് വേണ്ടി QLiveൻ്റെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നൽകുന്നതിനായി QLiveൻ്റെ co-ഫൗണ്ടറും മറിച്ച് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു മോട്ടീവ് ഫാക്ടർ കൂടിയായ ഷദാൻ സാറിനെ ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. To handing over a token of appreciation for Ms. Noor Jalila, our chief guest today. Ladies and gentlemen, please have a huge round of applause. നിറഞ്ഞൊരു കൈയടികളോട് കൂടി തന്നെ ഈ ഒരു മനോഹരമായ വേദിക്ക് സാക്ഷ്യം വഹിക്കാം. Thank you Noor for your words of appreciation and words of commitment towards QLive. Thank you.